ഹലോ ഗായ്സ്, എല്ലാവർക്കും മൈസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഉമർ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഗഡാർക്കിനെ കുറിച്ചാണ്. അതിൽ എനിക്ക് കണ്ടപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അത് ശരിയായോ എന്ന് തോന്നിയ സംഭവത്തിനെ കുറിച്ചാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഗൊറോസിയസ് ഉണ്ടല്ലേ, ശരിക്കും ഗഡാർക്ക് കണ്ടപ്പോൾ എനിക്കത് ഗൊറോസിയാണോ അല്ലെങ്കിൽ പഞ്ചിങ് ബാഗാണെന്ന് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നവനും പോയവനും നിന്നവനൊക്കെ എല്ലാ ഗൊറോസിനെയും നടന്നിടിക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വന്യ ഗൊറോസിക്കൊക്കെ ഇടി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് നമ്മൾ സാറ്റേൺ ആണെങ്കിൽ എല്ലാത്തിൻ്റെയും ഇടി കിട്ടി. പിന്നെ അവനതിൻ്റെ കുറവുണ്ടായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഗൊറോസി വന്നാലും നമ്മുടെ മറ്റു 2 ജെയിൻസ് വന്നപ്പോൾ അവനെടുത്ത് ഇടിച്ച് സാഞ്ചി ഇടിച്ച് സോറ് കൊടുത്ത് പിന്നെ ലൂഫി നിന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാറ്റേണേയും എല്ലാത്തിനെയും. നമ്മൾ സംസാരിക്കുന്നത് ഗൊറോസിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വൺ പീസിൽ വിമു കഴിഞ്ഞ ഏറ്റവും ടോപ്പ്, അതായത് വില്ലന്മാരിൽ ശക്തിയുള്ളതാണ്. വില്ലന്മാരിൽ തന്നെയല്ല, നമ്മുടെ വൺ പീസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആൾക്കാരാണ് നമ്മുടെ ഗൊറോസിയസ്. അതായത് അവർക്ക് മെയിൻ ശക്തി ഇതായിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഇരുന്ന് ഇടി. കാര്യം ശരിയാണ്, അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഇടി കൊള്ളാമോ? എനിക്ക് സംശയം തോന്നി മാങ്കേനേക്കാട്ടി കുറച്ച് എക്സാജറേറ്റ് ആയിട്ട് കാണിച്ചതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ആനിമയിൽ വന്നപ്പോൾ. പക്ഷെ നിന്നിടി കൊള്ളുകയാണ് അവന്മാർ. ഞാൻ ആലോചിച്ചത് അതെന്ന് വെച്ചാൽ എനിക്കത് കണ്ടപ്പോൾ എന്തൊരു ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊറോസയുള്ള, അതായത് ടോപ്പായിട്ടുള്ള നമ്മുടെ മറൈൻസിനെയും കാട്ടും എല്ലാവരെയും കാട്ടും മെയിനായിട്ടുള്ള വില്ലന്മാരും ടോപ്പായിട്ടുള്ള ആൾക്കാരുമാണ് നമ്മുടെ ഇതിൽ തന്നെ. അത് അവന്മാർക്ക് ഹോളി നൈറ്റ്സിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളവരാണ് ഗൊറോസിയും അതിനെ തൊട്ട് 5 പേര്. അവന്മാരാണ് സാറ്റേൺ ഇടി കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താണ് ഇങ്ങനെയെന്ന്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അവന് ഇടി കൊള്ളുന്നതിൻ്റെ ആവശ്യമുണ്ട്, കൊടുക്കുന്നതൊക്കെ ശരിയാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഇടി കൊള്ളാമോ എല്ലാ ഗൊറോസിയസും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചിട്ട് കുറച്ചും കൂടി ഇതായിട്ട് വേണമല്ലോ. ഇത് ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ തോന്നുമായിരിക്കും. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നിച്ച്. അതായത് ഇങ്ങനെ ഇരുന്ന് ഇവന്മാർക്ക് ഇടി കൊള്ളാമോ? അതായത് മറ്റവരൊക്കെ അവരുടെ മറ്റേ ഡെവിൾ ഫ്രൂട്ട് പവറിലേക്ക് വന്നിട്ടും ആ ഒരു ഇതിലും ഒക്കെ ആനിമേഷൻ എല്ലാ അടിപൊളിയാണെങ്കിലും ഫൈറ്റിലേക്ക് വരുമ്പോൾ ഇവന്മാർക്ക് നല്ല ഇടി കിട്ടുന്നുണ്ട്. അതായത് മറ്റേ ജെയിൻസ് വന്നപ്പോഴാണ് ജെയിൻസിൻ്റെതാണെങ്കിലും ആ ഗേൾസിയുടെ ഫുള്ള് എല്ലാവരും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, ഞാൻ എടുത്ത് പറഞ്ഞേനെ. ആ മറ്റേ പന്നിയുടെയൊക്കെ പോലത്തെ വന്ന ഇതാണെങ്കിലും അവനൊക്കെ നല്ല ഇടി കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ജെയിൻറ്റിൻ്റെ. എൻ്റെ ഓർമ്മ വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടിട്ട് കുറച്ചായല്ലോ. അങ്ങനെ വന്ന എല്ലാത്തിലും നല്ല ഇടി കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ആരാണ് പിന്നെ പറക്കണോനെ ലൂഫി ജസ്റ്റ് പറത്തി വിട്ടതാണ്. മറ്റും അടിപൊളിയായിരുന്നു കേട്ടോ. അവനങ്ങനെ ഒന്നും കിട്ടിയില്ല. ഏത് നമ്മുടെ കുതിരക്ക് അവൻ്റെ പേര് എനിക്ക് എല്ലാത്തിനും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല, അതാണ് ഞാൻ കുതിര എന്നൊക്കെ പറയണത്. അവന് അധികം ഇടിയുടെ സീൻ കിട്ടിയില്ല. പക്ഷേ ഈ കുതിരയുടെ അവന് അടിപൊളിയായിരുന്നു. അവൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ ആ ഒരു ഓറ ഉണ്ടായി അവന്. ഗൊറോസൊക്കെ ഭയങ്കര ഒരു ഓറ ഫീൽ പോലെയായിരുന്നു. കാരണം അവൻ വന്നപ്പോൾ തന്നെ ചുറ്റും എല്ലാത്തിനും ഇതും, പിന്നെ നമ്മുടെ ഗഡാർക്കിനെ മറ്റേ മുറിക്കുന്നത് പകുതിക്കുന്നു, അങ്ങനത്തെ കുറേ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്കത് പൊതുവെ കണ്ടപ്പോൾ ഗൊറോസിയൊക്കെ പൊതുവെ നല്ല ഇടിയിട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അവർ റീജനറേറ്റ് ആവുമെങ്കിലും അവർക്കൊരു ഓറ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന പറയാൻ വില്ലിനസ് ഒരു ഇതുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഇടി കൊണ്ടിട്ട് എനിക്ക് എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ എനിക്ക് തോന്നിച്ച്. നിങ്ങൾക്ക് തോന്നിച്ചാറാണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.